ഹായ് ഗൈസ്, എക്സൽ ഓഫീസിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്പേഴ്സിനെ അവയുടെ വാല്യൂ അനുസരിച്ച് എങ്ങനെ എക്സലിൽ ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് റാങ്ക് ഡോട്ട് ഇ ക്യു, റാങ്ക് ഡോട്ട് എ വി ജി എന്നീ ഫംഗ്ഷനുകളാണ്. ഉദാഹരണത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഓരോരുത്തരുടെയും ടോട്ടൽ മാർക്കാണ്. ഇനി നമുക്ക് റാങ്ക് ഡോട്ട് ഇ ക്യു ഫംഗ്ഷൻ ഉപയോഗിച്ച് കുട്ടികളുടെ മാർക്ക് അവയുടെ വാല്യൂ അനുസരിച്ച് എങ്ങനെ റാങ്ക് ചെയ്യാമെന്ന് നോക്കാം. റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്തതിന് ശേഷം റാങ്ക് ഡോട്ട് ഇ ക്യു എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അടുത്തതായി ഫംഗ്ഷൻ്റെ ആദ്യ ക്രൈറ്റീരിയയായി റാങ്ക് ചെയ്യേണ്ട ഡേറ്റ റേഞ്ചിൽ നിന്നും ഫസ്റ്റ് നമ്പർ ഉൾക്കൊള്ളുന്ന സെൽ സെലക്ട് ചെയ്ത് കോമ ഇടുക. ഫംഗ്ഷൻ്റെ സെക്കൻഡ് പാർട്ടായി ഡേറ്റ റേഞ്ച് വീഡിയോയിൽ കാണും പോലെ സെലക്ട് ചെയ്ത ഡേറ്റ റേഞ്ച് F4 പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഡേറ്റ റേഞ്ച് ലോക്ക് ചെയ്യുന്നത് ഫോർമുല മറ്റൊരു പ്ലേസിലേക്ക് മാറ്റുമ്പോൾ ഡേറ്റ റേഞ്ച് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഇനി ഈ ഫോർമുല താഴേക്ക് ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കാണും പോലെ ഓരോ മാർക്കിനും കറസ്പോണ്ടിങ് ആയ റാങ്ക് നമുക്ക് കിട്ടിയതായി കാണാം. ഇനി ഈ റാങ്കിങ് കറക്റ്റാണോ എന്നറിയാനായിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് നോക്കുക. ഹയസ്റ്റ് മാർക്കിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്. തുടർന്നുള്ളവയ്ക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മാർക്കിനെ റാങ്ക് ചെയ്തിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ്. ഇനി നമുക്ക് റാങ്കിങ് അസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ, അതായത് ഏറ്റവും ചെറിയ മാർക്കിന് ഫസ്റ്റ് റാങ്ക് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഡോട്ട് ഇ ക്യുവിൻ്റെ ഫംഗ്ഷൻ ഫോർമുലയിൽ വീഡിയോയിൽ കാണും പോലെ ഡേറ്റ റേഞ്ചിന് ശേഷം കോമയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്താൽ മതി. നമ്പേഴ്സ് റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ടൈ സിറ്റുവേഷൻ. അതായത് ഇവിടുത്തെ കേസിൽ കുറേ കുട്ടികൾക്ക് ഒരേപോലത്തെ മാർക്ക് ഉണ്ടാകുക എന്നുള്ളത്. അതായത് ഇവിടെ ആദ്യത്തെ 3 കുട്ടികൾക്ക് 95 എന്ന മാർക്ക് ഒരേപോലെ കിട്ടിയെന്നിരിക്കട്ടെ. ഈ കേസിൽ റാങ്ക് ഡോട്ട് ഇ ക്യു ഫംഗ്ഷൻ ഉപയോഗിച്ച് റാങ്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 കുട്ടികൾക്കും ഒരേ റാങ്ക് ആയിരിക്കും ലഭിക്കുക. ഇങ്ങനത്തെ കേസിൽ കൗണ്ടിങ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ആവശ്യമെങ്കിൽ നമുക്ക് റാങ്കിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് റാങ്ക് കിട്ടിയ സെല്ല് സെലക്ട് ചെയ്യുക. തുടർന്ന് പ്ലസ് സിമ്പിൾ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൗണ്ടിങ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ടിങ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഡേറ്റ റേഞ്ച് ആണ്. അതിനായി ഫസ്റ്റ് മാർക്ക് വരുന്ന സെല്ല് സെലക്ട് ചെയ്ത് ഫുൾ കോളൻ കൊടുക്കുക. അപ്പോൾ അതൊരു ഡേറ്റ റേഞ്ച് ആയിട്ട് മാറും. വീഡിയോയിൽ കാണും പോലെ ഈ ഡേറ്റ റേഞ്ചിൻ്റെ ഫസ്റ്റ് പാർട്ട് സെലക്ട് ചെയ്ത് F4 പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. കോമ ഇട്ട് ഫസ്റ്റ് മാർക്ക് വരുന്ന സെൽ സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി -1 എന്ന് ടൈപ്പ് ചെയ്ത് ഫോർമുലയിലെ ഫസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യാം. ഫോർമുല ഡ്രാഗ് ചെയ്ത് താഴേക്ക് പേസ്റ്റ് ചെയ്യാം. റിസൾട്ട് ശ്രദ്ധിച്ചാൽ മാർക്കുകൾ ഈക്വൽ ആണെങ്കിൽ തന്നെയും അവയ്ക്ക് വ്യത്യസ്തവും എന്നാൽ അടുത്തടുത്തുള്ളതുമായ റാങ്കിങ് ലഭ്യമായതായി കാണാം. സ്കൂളിലെ മാർക്കിൻ്റെ റാങ്കിങ്ങിൽ ഈ അഡ്ജസ്റ്റഡ് റാങ്കിങ് മെത്തേഡ് എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്ന് എനിക്ക് അറിയില്ല. അടുത്തതായി നമുക്ക് റാങ്ക് ഡോട്ട് എ വി ജി ഫംഗ്ഷൻ ഉപയോഗിച്ച് മാർക്സ് എങ്ങനെ റാങ്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് കിട്ടേണ്ട സെല്ലിൽ ഈക്വൽ സിമ്പിൾ ടൈപ്പ് ചെയ്തതിന് ശേഷം റാങ്ക് ഡോട്ട് എ വി ജി എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റാങ്ക് ഡോട്ട് ഇ ക്യുവിൻ്റെ ഫോർമുലയിൽ പറഞ്ഞതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റായി ഫസ്റ്റ് മാർക്ക് വരുന്ന സെൽ സെലക്ട് ചെയ്ത് കോമ ഇട്ടതിന് ശേഷം ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്ത് F4 പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യാം. റിസൾട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ടൈ സിറ്റുവേഷനിലുള്ള മാർക്സിന് ആവറേജ് റാങ്കിങ് ആണ് ലഭ്യമായിട്ടുള്ളത്. ഇവിടെയും നമുക്ക് കൗണ്ടിങ് ഫംഗ്ഷൻ്റെ സഹായത്തോടെ അഡ്ജസ്റ്റഡ് റാങ്കിങ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 2 വ്യത്യസ്തമായ രീതിയിൽ നമ്പേഴ്സിനെ അവയുടെ വാല്യൂ അനുസരിച്ച് റാങ്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫംഗ്ഷനുകളുടെ പ്രധാന വ്യത്യാസം എന്നുള്ളത് ടൈ സിറ്റുവേഷനിൽ റാങ്ക് ഡോട്ട് ഇ ക്യു ഫംഗ്ഷൻ ടൈ നമ്പേഴ്സിന് ഒരേ റാങ്കിങ് കൊടുക്കുമ്പോൾ റാങ്ക് ഡോട്ട് എ വി ജി ഫംഗ്ഷൻ ആവറേജ് വാല്യൂ ആയിരിക്കും റാങ്കിങ് ആയി കൊടുക്കുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.